ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി പാനിലേക്ക് സവോളയും പച്ചമുളകും കേട്ടോ. ഒരു 4-5 പച്ചമുളക്, ഒരു 2 സവോള, ചെറിയ സവോള 2 എണ്ണം. എന്നിട്ട് അത് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 3 പഴുത്ത തക്കാളി അതും ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ചെറിയ ചുവന്നുള്ളി, ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ നാളികേരം, അത് അരമുറി, വലിയ നാളികേരമാണ്. അപ്പോൾ അരമുറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂട്ടി അരച്ചെടുക്കുക. നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെണ്ടക്കായ, നേരത്തെ വാട്ടി വെച്ച വെണ്ടക്കായും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടോ, എരിവിനനുസരിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പൊടികളും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി അതൊന്ന് ചൂടായിക്കോട്ടെ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് വറുത്തിടാം. അപ്പോൾ ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയും കടുക് ഇട്ടിട്ടില്ല. ഉള്ളിയും ഉണക്കമുളകും മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നാടൻ കറി റെഡിയായി. വെണ്ടയ്ക്ക തക്കാളി കറി റെഡിയായി. അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.